DA കുടിശ്ശിക സന്ദേശ വിവാദത്തിൽ ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് കോടതി നൽകിയിരിക്കുന്നത്. അതായത് ഇനി ഇങ്ങനെ ഒരു സന്ദേശം അയക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇത് ഈ പറയുന്ന ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അതുപോലെ തന്നെ ഈ അയക്കുന്ന മെസ്സേജുകൾ വായിച്ചു നോക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ പറയുന്ന സ്വകാര്യ വിവരങ്ങൾ എങ്ങനെ പുറത്തുവിടാൻ സാധിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത്. സർക്കാരിന്റെ PR-ന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ഒരു തുടർഭരണം വീണ്ടും വേണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പോലും പുറത്തുവിടാൻ മടിയില്ലാത്ത സർക്കാരിൽ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾ അർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പറയുന്ന കോടതിയും ജനങ്ങളും ഒരുപോലെ സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്ന DA സന്ദേശ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിൽക്കുന്ന മുഴുവനെ കുറിച്ച്? നമുക്ക് നിരവധി സൗഹൃദങ്ങൾ ഈ മേഖലയിൽ ഈ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ സാധാരണയുള്ള ക്ലറിക്കൽ റാങ്കിലുള്ളവർ തന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവരുടെ സ്വകാര്യതയിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവരൊക്കെ തന്നെ പഠിച്ച് മിടുക്കുകൊണ്ട് ജോലി കിട്ടിയ ആൾക്കാരൊക്കെയാണ്. നമ്മളാരും മിടുക്കരല്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാവൂ. അല്ലാതെ ഈ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, കർഷക പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർക്ക് വോട്ട് കിട്ടാനും, ഇപ്പൊ DA ഇത്രയും കുടിശ്ശിക കൊടുത്തിട്ട് നിങ്ങൾ ആ DA തന്നതേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പരാമർശിച്ച രീതിയിൽ അവരുടെ സർവീസ് സംഘടനകളൊന്നും മിണ്ടുന്നില്ലല്ലോ. അവർക്കും ഉണ്ടല്ലോ, അവരാണല്ലോ ഏറ്റവും വലിയ ബലവത്തായ സർവീസ് സംഘടന. എന്നിട്ട് അവരാണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനെ കാരണഭൂതനെന്നും അദ്ദേഹത്തിന് വേണ്ടി തിരുവാതിര കളിച്ചതും അദ്ദേഹത്തിന് വേണ്ടി പാട്ടുപാടിയതും അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് വാഴ്ത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ പോട്ടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, NGO മറുവശത്തേക്കുന്ന മറ്റ് അസോസിയേഷൻ, ഈ ഭരണം തുടങ്ങി 10 വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇർഷാദ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിയൻ നേതാവുമായി നമ്മൾ സൂമിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാതെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ കാണിച്ച അമാന്തം ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിച്ച ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ള കുറേ കാര്യങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനും കൂടെ, KSRTC ജീവനക്കാരനായ ഒരു കണ്ടക്ടറുടെ മകനാണ് ഞാൻ. അദ്ദേഹം അച്ഛൻ റിട്ടയർ ആകുമ്പോൾ ചെക്കറായിരുന്നു. അപ്പോൾ അത് ഒരു വിഭാഗമാണ്. KSRTCയുടെ ഉണ്ടാക്കുന്ന കാശ് സർക്കാരിന് വേണം, പക്ഷേ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഇല്ലാതായിരുന്നു. ഇപ്പം ഗണേശൻ വന്നപ്പോഴാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റാസ് എന്തിനാണ് ഈ ഡേറ്റ ഇവർ വാങ്ങുന്നത്? ഇവരുടെ കയ്യിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡേറ്റ വാങ്ങുന്നത് എന്തിനാണ്? ഇവരുടെ ശമ്പളം കൊടുക്കുന്നതിൻ്റെ കാര്യം, ഇവരുടെ മറ്റ് പേപ്പർ വർക്കുകൾ, ഇവർ ഇറങ്ങാറാവുമ്പോൾ ഉള്ളത്, ഇവരുടെ PF, ഇവരുടെ DA, ഇങ്ങനെയുള്ള പല ഒഫീഷ്യൽ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഞങ്ങൾ DA കുടിശ്ശികയിൽ ഇത്ര തന്നു, ബാക്കി ഞങ്ങൾ തന്നുകൊള്ളാം, ഇത് ആരുടെ ഐഡിയയാണ്? അല്ല, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന DA നൽകുക എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ അവകാശമാണ് DA ലഭിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിനെ PR ആക്കി മാറ്റേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഈ ഒരു മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇതിനു മുൻപ് ഞാനും മേഘയും കൂടി ചർച്ച ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വ്യക്തിപരമായ പേര്, ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ ചേട്ടന്റെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു. ഈ പറയുന്ന വാട്സപ്പിൽ അയക്കുന്ന ഒരു വരുന്ന അക്കൗണ്ടിന്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയാണ്. അപ്പോൾ അത് കാണുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ, വലിയ ഒരു ഈ പറയുന്ന പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള മെസ്സേജ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലോകവിവരങ്ങൾ കുറവായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ അവരുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? കണ്ടോ, സർക്കാർ നമ്മുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ അത്രത്തോളം കരുതലോട് കൂടിയാണ് അവർ നോക്കി കാണുന്നത്. അപ്പോൾ സർക്കാരിന് നമ്മളെ ഓരോരുത്തരെയും സർക്കാരിന് അറിയാം എന്നുള്ളൊരു ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയുന്നു എന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുന്ന ഒരു സ്റ്റൈൽ, തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയുള്ള. അതോടൊപ്പം തന്നെ സർക്കാർ അതിൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇനിയും ഈ കരുതൽ തുടരും എന്ന്. അപ്പോൾ വീണ്ടും ഈ സർക്കാർ തന്നെ തുടരുമെന്ന് പറയാതെ പറയുന്നു, ജനങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും അത് കുത്തി നിറക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംശയമാണ്. എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് ഈ പറഞ്ഞ സന്ദേശം നിർത്തലാക്കിയത് വളരെ നല്ല കാര്യമെന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുടെ ഇനിയൊരു സർക്കാർ ഈ ഒരു പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ്. ആരുടെ ബുദ്ധിയാണെങ്കിലും വളരെ മികച്ച ഒരു കുരുട്ടുബുദ്ധി തന്നെയായിരുന്നു ഈ ഒരു DA കുടിശ്ശിക സന്ദേശം എന്ന് പറയുന്നത്. അതെ, ഈ പറയുന്ന കുടിശ്ശിക ലഭിക്കുമെന്നുള്ള ജനങ്ങൾക്ക് ആ ഒരു സന്തോഷം നൽകുന്നതിനോടൊപ്പം മെസ്സേജ് കൂടി വരുമ്പോൾ അതൊരു ഉറപ്പാക്കലായിരുന്നു. അവർ പ്രധാനമായി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഏപ്രിലിലായിരിക്കും ഈ ഒരു കുടിശ്ശിക വീണ്ടും നൽകി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഏപ്രിൽ മുതലായിരിക്കും ഇത് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ചിന്തിക്കണം, പുതിയ സർക്കാർ വരുന്നൊരു സമയമാണ്. അത് ജനങ്ങൾ ചിന്തിക്കില്ല. ഏപ്രിൽ മുതൽ എന്ന് പറയുമ്പോൾ ഇവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ഇവർ നമുക്കത് തരും, അല്ലെങ്കിൽ സർക്കാർ നമുക്കത് തരും എന്നുള്ളൊരു ഉറപ്പിക്കലാണ്.
പിന്നീട് ഭരണമാറ്റം വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് നേരെ ചൂണ്ടാനുള്ള ഒരു ആയുധമാക്കി ഇപ്പോൾ തന്നെ CPM കരുതി വെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന്റെ ബുദ്ധി വളരെ മികച്ചത് തന്നെയാണ്. കാരണം സർക്കാർ മാറുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തേക്ക് പോയാൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്ന പലതും ഇവർ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇടയിലേക്ക് കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കുടിശ്ശിക പോലും അടുത്ത സർക്കാർ നൽകിയില്ലെങ്കിൽ ഇവർക്ക് അത് ചൂണ്ടാം, ചോദ്യങ്ങൾ ചെയ്യാം. അതെ, ഞങ്ങൾ പറഞ്ഞിരുന്നു, അവർ തന്നില്ലല്ലോ നിങ്ങളെ അവർ പറഞ്ഞു പറ്റിച്ചില്ലേ, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഞങ്ങളെ വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിക്കണമെന്നുള്ളത്. ഇതിന് ചെറിയൊരു ഉദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു തരംഗമുണ്ടായപ്പോൾ, UDF തരംഗമുണ്ടായ സമയത്ത് മണിയാശാന്റെ പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നൽകിയ ഈ പറയുന്ന പെൻഷൻ തുക വാങ്ങി ഷാപ്പാടടിച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് കുത്താതെ നന്ദികേട് കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് ഈ പറയുന്ന ജനങ്ങളെ കൊണ്ടെത്തിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മണിയാശാന്റെ കുബുദ്ധി അല്ലെങ്കിൽ മണിയാശാന്റെ ഈ ഒരു നീക്കം ഒരർത്ഥത്തിൽ CPM-ന് ഇനി ചെയ്യാൻ പോകുന്നതാണ്. ഇവർ തന്നെ പലപ്പോഴായി പറഞ്ഞതുപോലെ കൃത്യമായ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നല്ലൊരു പ്രതിപക്ഷമായി വർക്ക് ചെയ്യാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ CPM-ന്. അതുകൊണ്ടാണ് ജനങ്ങൾ 10 വർഷങ്ങൾക്കിപ്പുറം നിങ്ങൾ പ്രതിപക്ഷത്തെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. കാരണം ഇവർ ചോദ്യം ചെയ്യും. പക്ഷേ അതേസമയം പല പദ്ധതികളെയും ഇവർ തന്നെ തടയിടുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഭരണപക്ഷത്തിരുന്നപ്പോൾ ഇവർ നൽകിയ തോൽവികൾ എല്ലാം തന്നെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവർ അടുത്ത സർക്കാരിനെ നികത്താൻ പാകത്തിനാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്കുള്ളിലേക്കുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ വീണ്ടും ആഗ്രഹങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു പെൻഷൻ 2500 ആക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ജനങ്ങൾ അത് ആഗ്രഹിക്കും, സ്വാഭാവികമായും ആഗ്രഹിക്കും. കടത്തിന്റെ കെണിയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാർ എങ്ങനെ ഇത് കൊടുക്കുമെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു ഭരണമാറ്റം വരുമ്പോൾ അവർ ഈ പറയുന്ന പണം എങ്ങനെ ജനങ്ങൾക്ക് നൽകും? അവർ അതനുസരിച്ച് വീണ്ടും പുതിയൊരു ബജറ്റ് പുറത്തേക്ക് വിടും. സ്വാഭാവികമായും ജനങ്ങൾക്ക് അതിൽ അതൃപ്തി ഉണ്ടാകും. ഇന്നിപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന നാളെ പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന CPM ഇത് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇവിടെ എന്തായാലും കോടതി പറഞ്ഞതുപോലെ ഈ സന്ദേശം അയക്കുമ്പോൾ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഇപ്പോൾ എന്റെ വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെയും ചോർത്തിയെടുക്കുന്ന ഒരു ഒരിക്കലും ശരിയല്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് ഈ പറയുന്ന പെൻഷന്റെ കാര്യം ഹർഷ പറഞ്ഞല്ലോ, ഈ പെൻഷൻ കൊടുത്തതിൽ തന്നെ പല മാനദണ്ഡങ്ങളും തെറ്റിച്ച് ഇവർ കൊടുത്തായിട്ട് പിടിവീണ ഒരു സംഭവമുണ്ട്. അതായത് ഇവരുടെ തന്നെ പെൻഷൻ ഇപ്പം മക്കള് വിദേശത്തിരിക്കുന്ന, ഇപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നല്ല സമ്പന്നരായ മക്കളുള്ളവർ, സാമ്പത്തിക അടുത്തുള്ളവർക്ക് ഇവരുടെ പാർട്ടിക്കാരായതുകൊണ്ട് തന്നെ ഇവർ പെൻഷൻ ഉണ്ടാക്കി കൊടുത്ത സംഭവമുണ്ട്. അത് കൈയോടെ പിടിച്ചിട്ട് അത് ഇവരുടെ തന്നെ പാർട്ടിക്കാരാണ് കൂടുതലുള്ളത്. അത് എങ്ങനെയൊക്കെയോ തേച്ചു മാച്ച ആ സംഭവം പോയിട്ടുണ്ടായിരുന്നു. കാര്യം പെൻഷൻ കിട്ടാനുള്ള ചില യോഗ്യതകളുണ്ട്. മക്കൾ നോക്കാത്തവരോ അല്ലെങ്കിൽ അവർക്ക് വേറെ വരുമാനമില്ലാത്തതോ, ഇത് വിദേശത്ത് മക്കളുള്ള പാർട്ടി അനുഭാവികളായിട്ടുള്ള അങ്ങനെയുള്ളവരുടെയൊക്കെ മക്കൾക്ക് വരെ പേരിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ 2 പെൻഷനോ 1 പെൻഷനോ, ഇപ്പോൾ ഭർത്താവിന് പെൻഷനുണ്ട്, ഭാര്യയ്ക്ക് പെൻഷനില്ല, ഭർത്താവിൻ്റെ പെൻഷൻ മതിയല്ലോ ജീവിച്ചു പോകാനായിട്ട്, അങ്ങനെ പോലുമല്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി നമ്മൾ വേറെ പല കാര്യങ്ങളിലും പറഞ്ഞപ്പം ഊരാളുങ്കലിന് വർക്ക് കൊടുത്തതുപോലെ പാർട്ടിയുടെ ആളായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം എല്ലാ അവകാശങ്ങളും എല്ലാം ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോയി അത് കൈയോടെ പിടിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ ഭരണം തീരാറാവുമ്പോൾ ശമ്പള കമ്മീഷന്റെ കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. 12ാം ശമ്പള കമ്മീഷൻ ആ കമ്മീഷൻ തയ്യാറാക്കി അത് ഏൽപ്പിക്കേണ്ടവരെ, അതായത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 12ാം ശമ്പള കമ്മീഷനെ അവർ നിയോഗിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരണം വേണമെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഭരണം അവസാനിക്കാറാവുമ്പോൾ അതും കൂടെ ചെയ്ത് ജനത്തിനെ പറ്റിക്കാനുള്ള ഒരു പരിപാടി കൂടെ അവർ ആലോചിക്കുന്നില്ല. അപ്പോൾ ഹർഷ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഭരണം കഴിയാൻ പോകുമ്പോൾ ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇനിയും കിട്ടണം. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടോ അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക മറ്റ് DA ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവരെ ഒരു മോഹത്തിൻ്റെ വലയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇത് ചെയ്തിരിക്കുന്നത് കോടതി പരാമർശത്തിലൂടെ സർക്കാരിന് കിട്ടുന്ന കർണത്ത് കിട്ടുന്ന തല്ലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും അല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നവരും പറയുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ മണിക്കൂറുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.